നമ്മുടെ മലയാളത്തിൽ ഒരുപാട് സ്ലാങ്സ് ഉണ്ട്. ഇപ്പോൾ തൃശ്ശൂരായാലും കാസർഗോഡ് ആയാലും തിരുവനന്തപുരം ആയാലും കൊല്ലം ആയാലും മലപ്പുറം ആയാലും കോഴിക്കോടായാലും ഒരുപാട് സ്ലാങ്സ് ഉണ്ട്. ഈ സ്ലാങ്ങിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫണ്ണി ആയിട്ട് തോന്നിയേക്കണ സ്ലാങ് ഏതാണെന്നുള്ളതാണ് നമ്മുടെ ഇന്ന് ചോദ്യം. എന്നെ സംബന്ധിച്ച് എനിക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് പാലക്കാട് സ്ലാങ്ങാണ് അത്യാവശ്യം ഫണ്ണി ആയിട്ട് തോന്നിയേക്കണത്. നിങ്ങളെ സംബന്ധിച്ച് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മക്കളോട് ചോദിച്ചു നോക്കാം ഏതാണ് അവർക്ക് ഫണ്ണി ആയിട്ട് തോന്നിയിട്ടുള്ള സ്ലാങ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മലയാള സ്ലാങ്ങിൽ ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നുന്ന സ്ലാങ് ഏതാണ്? പാലക്കാട്. എന്തുകൊണ്ടാണ് പാലക്കാട്? അതൊരു നീട്ടമൊക്കെ ഉണ്ട്, നല്ല രസമാണ് കേൾക്കാനൊക്കെ. എന്തെങ്കിലും പറയാൻ പറ്റും പാലക്കാട് സ്ലാങ്ങിൽ? എനിക്കറിയില്ല ബ്രോ, അങ്ങനെ പറയാറില്ല. ബ്രോയ്ക്ക് അറിയോ? എനിക്കറിയില്ല അത്ര. ഈ സ്കിറ്റുകളും മറ്റേ സിനിമകളിലൊക്കെ ഭയങ്കരമായിട്ട് ഫണ്ണി ആയിട്ട് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ എന്താ സജിയേട്ട കേട്ടില്ല. അത് വേറൊരു ലാംഗ്വേജിലാണെങ്കിൽ ഇറക്കത്തില്ലല്ലോ. ഭയങ്കര ഫണ്ണിയായിട്ട് തോന്നിയ ലാംഗ്വേജ് ആണ്. ഫ്രണ്ട്സ് വല്ലതും ഉണ്ടോ പാലക്കാടുള്ള? ഫ്രണ്ട്സ് ഒക്കെ കുഴപ്പമില്ല. അവരെ തമ്മിലോട്ടുള്ള ആ ഒരു ആംബിയൻസ് എങ്ങനെയുണ്ട്? അവരോട് ഈ ലാംഗ്വേജ് സംസാരിക്കാൻ പറയുമ്പോൾ അവർക്ക് മടിയാണ്, കളിയാക്കുന്ന രീതിയിലാണ് ഫീൽ ചെയ്യുന്നവർക്ക്. കോഴിക്കോടാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഭയങ്കര ഫണ്ണായിട്ട് തോന്നുന്നുണ്ട് അവർ സംസാരിക്കുമ്പോൾ. എനിക്ക് ഇഷ്ടം, കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കോട് ഇപ്പൊ സിനിമകളായാലും മറ്റേ സ്കിറ്റുകളൊക്കെ കോഴിക്കോട് സ്ലാങ്ങിലുള്ള സംസാര രീതി കാണുമ്പോൾ നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാറുണ്ടോ? ഉണ്ട്, കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കോട് കൂട്ടുകാരുണ്ടോ? 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അവരായിട്ട് സംസാരിക്കാൻ ഭയങ്കര വൈബാണോ? അതെ അതെ, തീർച്ചയായിട്ടും. എന്തെങ്കിലും പറയാൻ പറ്റും കോഴിക്കോട് സ്ലാങ്ങില്? അങ്ങനെ എനിക്ക് സ്ലാങ് ഒന്നും വരാറില്ല, പക്ഷെ അവരുടെ സംസാരം കേട്ടിരിക്കാൻ ഇഷ്ടമാണ്. ഭയങ്കര ഫണ്ണിയാണ്. അതെ അതെ, അവര് തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാനും ഇഷ്ടമാണ്. ട്രിവാൻഡ്രം. എന്തുകൊണ്ടാണ് ട്രിവാൻഡ്രം? ട്രിവാൻഡ്രത്തെ കൂടുതലും കാസർഗോഡാണ്, എന്നാലും ട്രിവാൻഡ്രത്തെ സ്ലാങ് ആണ് കൂടുതലും മലയാളികളായിട്ട് വ്യത്യാസമായിട്ട് തോന്നിക്കുന്നത്. അതേപോലെ കാസർഗോഡ് തോന്നിക്കുന്നുണ്ട്. പാലക്കാടും തൃശ്ശൂരും അങ്ങനെ പ്രത്യേകിച്ചില്ല. അതായത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ചിരി വരുന്ന, അല്ലെങ്കിൽ പരസ്പരം അവര് സംസാരിക്കുമ്പോ ഭയങ്കര ചിരി വരാറുണ്ടോ? കാസർഗോഡാണത്. കാസർഗോഡാണ്. പല സംസാരങ്ങൾ നമുക്ക് അങ്ങനെയല്ല, കുറെ കാര്യങ്ങള് അവര് ബൈന്നൊക്കെ പറയല്ലേ, കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാത്തതുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഒട്ടുമിക്ക എല്ലാവരായിട്ടും കമ്പനി ഉള്ളതുകൊണ്ട് കാസർഗോഡ് ഭാഷ ഫണ്ണി ആയിട്ട് തോന്നിയിരിക്കുന്നത്. ഞാൻ പാലക്കാട്, എനിക്ക് പാലക്കാട് സ്ലാങ് തന്നെ ഏറ്റവും ഫണ്ണിയായിട്ട് തോന്നുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഫണ്ണിയായിട്ട് തോന്നാൻ കാരണം? ആക്ച്വലി ഞാൻ പാലക്കാടിന്, പക്ഷെ പ്രോപ്പർ പാലക്കാടല്ല. പക്ഷെ അപ്പൊ എനിക്ക് എന്റെ അവിടെ നിന്ന് തന്നെ ഉള്ള ആൾക്കാർ, ഇപ്പൊ ഇവിടെ കോളേജിലൊക്കെ വരുന്ന പ്രോപ്പർ പാലക്കാട് എന്നുള്ള ആൾക്കാർ, അവര് പറയണ പോലെ എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ എനിക്കറിയില്ല, എനിക്കത് ഫണ്ണിയായിട്ട് എന്തിനു പറയാൻ പറ്റുമോ പാലക്കാട് സ്ലാങ്ങില്? ഇല്ല, ഞാൻ പാലക്കാട്, പക്ഷെ എന്റെ സ്ലാങ് ഇതാണ്. ഞാൻ വളുവനാട് എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്നാണ്. അപ്പൊ അവിടുത്തെ ഭാഷ കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്. ഈ സിനിമകളിലായാലും നമ്മുടെ സ്കിറ്റുകളിലായാലും പാലക്കാട് സ്ലാങ് വരുമ്പോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ടോ? മറ്റേ ഒരു ശശിമുണ്ടൂര് പറഞ്ഞിട്ടൊരു റീൽ ഇറങ്ങിണ്ടായിരുന്നില്ലേ പണ്ട്, അത് കണ്ടിട്ട് ഞാൻ കുറെ ചിരിച്ച. മണിച്ചിത്രത്താഴിലൊക്കെ ഒരു പാലക്കാട് സ്ലാങ് ഇട്ടിട്ട് ഉണ്ടായിരുന്നു, അത് കണ്ട് ഞാൻ കുറെ ചിരിച്ചത്. 1000 Babies സീരീസ് ഉണ്ടായിരുന്നോ? കണ്ടില്ല, അതിലുണ്ട് പാലക്കാട് സ്ലാങ് ഉണ്ട്, ഒരാള് പറയുന്നുണ്ട്. ഫണ്ണി ആയിട്ട് ഇപ്പൊ കോഴിക്കോട്, തൃശ്ശൂര്, ട്രിവാൻഡ്രം, എനിക്ക് പാലക്കാട് ടൈപ്പ് എന്താട്ടാ ആ സാധനം എനിക്ക് ഇഷ്ടമാണ്. ഭയങ്കരമായിട്ട് എൻഗേജിങ് ആവാറുണ്ടോ? കൂട്ടുകാരന്മാരുണ്ടോ പാലക്കാടുള്ള? പാലക്കാട് കൂട്ടുകാരല്ല, ഞാൻ മറ്റേ ജാനേമെന്ന് പടത്തിലെ ഒരു ക്യാരക്ടർ പ്രശ്നമാണ്, ആ സാധനം ഇഷ്ടമാണ്. ഭയങ്കര ഫണ്ണിയായിട്ട് തോന്നിയുണ്ട്. പാലക്കാടാണ്. ഞാൻ പാലക്കാടല്ല, ഞാൻ പത്തനംതിട്ടയാണ്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ഫണ്ണിയായിട്ട് തോന്നുന്നത്. എനിക്ക് പാലക്കാട് സ്ലാങ് ഫണ്ണി ഇൻ ദ മീൻസ് എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. കേൾക്കാൻ ഇഷ്ടമാണ്. കാസർഗോഡ് ഈ മൂന്നെണ്ണത്തില് പാലക്കാട്, തൃശ്ശൂര്, തിരുവനന്തപുരം. എന്തുകൊണ്ടാണ് തിരുവനന്തപുരം? ഇപ്പൊ കോമഡി സ്കിറ്റുകളിലായാലും സിനിമകളിലൊക്കെ ആയാലും അത് നമ്മളിപ്പം ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ലാംഗ്വേജും ട്രിവാൻഡ്രം സ്ലാങ്ങും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. തിരുവനന്തപുരം സ്ലാങ്ങിലുള്ള സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ചിരി വരാറുണ്ടോ? ചിലപ്പോഴൊക്കെ ഇവരെന്താണ് ഈ പറയുന്നതെന്നൊക്കെ തോന്നാറുണ്ടോ? അതെ അതെ, എൻജോയ് ചെയ്യാറുണ്ട് അവരുടെ ആ ഒരു സംസാരം? അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ ചിലപ്പം നമുക്കും അവരുടെ സ്ലാങ് വരാൻ ചാൻസ് ഉണ്ട്. ഞങ്ങള് മലപ്പുറമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മലപ്പുറം തന്നെയാണ്. മലപ്പുറമാണ്. എന്താണ് മലപ്പുറത്തെ ഒരു ഫണ്ണി ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ലാംഗ്വേജില്? ഭയങ്കര ഫണ്ണിയാണ് മലപ്പുറം. എജ്ജ് പൊളിയാണ്, അങ്ങനെയുള്ള സംഭവമൊക്കെ. അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്.
ഇപ്പൊ നമ്മള് സിനിമകളിൽ കാണാനും മറ്റേ സിനിമകളിലും നമ്മുടെ യൂട്യൂബ് വ്ളോഗേഴ്സിലൊക്കെ ഇങ്ങനെയുള്ള സ്ലാങ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻഗേജിങ് ആവാറുണ്ടോ? മലപ്പുറം സ്ലാങ് ഭയങ്കര എൻഗേജിങ്, ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട്. മലപ്പുറം സ്ലാങ് ഉള്ള സിനിമ ഏതാ ഉള്ളത്? കേൾട്ടൻ 10, പിന്നെ കേൾട്ടൻ 10, പിന്നെ അങ്ങനെ കുറെ സിനിമകളുണ്ട്. അത് ഭയങ്കര എൻഗേജിങ് ആണ് നിങ്ങൾക്ക് കാണാൻ. Engaging ആണ്. നിങ്ങളുടെ അതല്ലാണ്ട് വേറൊരു സ്ലാങ് പറയുകയാണെങ്കിൽ അത് പറയും. പിന്നെ കോഴിക്കോട് തൊട്ടടുത്ത അയൽവാസികളാണല്ലോ. കോഴിക്കോടാണ് പിന്നെ ബെറ്റർ ആയിട്ട്. എന്താ നിങ്ങളുടെ അത് തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് സ്ലാങ് ഒക്കെ പ്രത്യേക ഒരു രസമാണ്. എന്തെങ്കിലും പറയാൻ പറ്റുമോ സ്ലാങ്? പറയാൻ പറ്റൂല. പറയാൻ പറ്റില്ല. നമ്മുടെ കേരളത്തിലുള്ള ലാംഗ്വേജിലെ സ്ലാങ്സില്ലേ, അതിൽ തൃശ്ശൂരാണ്, പാലക്കാടാണ്, തിരുവനന്തപുരമാണ് ഏറ്റവും അടിപൊളി ഫണ്ണായിട്ട് തോന്നിയിട്ടുള്ളത്? തിരുവനന്തപുരമാണ്. അതായത് നമ്മള് റീൽസും സിനിമയൊക്കെ കാണുമ്പോ ഭയങ്കരമായിട്ട് അവർ ആ സ്ലാങ് കേട്ടാൽ തന്നെ പാലക്കാടാണ് ഫണ്ണായിട്ട് തോന്നണല്ലേ? പാലക്കാടാ കേട്ടിരിക്കാനൊക്കെ തോന്നും. ഫണ്ണുമാണ്. അല്ല, അത് തിരുവനന്തപുരം അല്ല, പാലക്കാട് ഫണ്ണായിട്ട് തോന്നിയത്. കേട്ടിരിക്കാനും കുറച്ച് രസമല്ലേ? അപ്പൊ തൃശ്ശൂർ സ്ലാങ്ങോ? ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജ് ആണോ? തൃശ്ശൂരാണ്. ഭയങ്കര ഫണ്ണായിട്ടുള്ളത് എന്തായാലും പാലക്കാട്. തിരുവനന്തപുരം പറഞ്ഞു. തിരുവനന്തപുരത്ത് ഓക്കെ.